ഹായ് ഹലോ പാട്ടും പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യായിരിക്കും. നമുക്ക് വെറൈറ്റി ഒരു പായസത്തിലേക്ക് പോകാം. അതായത് മാങ്ങ കൊണ്ടുള്ള പായസമാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ആ പായസം ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. ഒരു വെറൈറ്റി പായസമാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇത് ചെത്തി റെഡിയാക്കി അരിഞ്ഞാൻ വരട്ടെ. ഹലോ, അപ്പോൾ നമുക്ക് മാങ്ങാ പായസം വയ്ക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് മാങ്ങ തന്നെ പരിചയപ്പെടുത്താം. ഞാൻ കാണിച്ച മാങ്ങയാണിത്. 2 മാങ്ങയാണ്, നല്ല വലിപ്പത്തിലുള്ള 2 മാങ്ങയാണ്. അപ്പോൾ നന്നായി ചെത്തി എടുത്തതിന് ശേഷം നല്ല വലിയൊരു പാത്രത്തിലേക്ക് വെച്ചുകൊണ്ട് ഇതിൽ വെച്ച് ചീവി എടുക്കുക. ചീവി എടുത്ത് അത് ചീവി എടുക്കുമ്പോഴത്തേക്കെന്ന് പറയാം നല്ല ലൂസ് പോലെയും ശകലം ചീവി അതിൻ്റെ ആ ഒരു രീതിയിലുമായിട്ട് നമുക്കത് നല്ല ഒരു ഇതായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടുന്നത്, മാങ്ങ പായസത്തിന് വേണ്ടുന്നത് ചവ്വരി വേവിച്ചത്, 1 പാല്, 2 പാല്, കശുവണ്ടി, കിസ്മിസ്, ഏലക്ക പൊടിച്ചത്, നെയ്യ്, മിൽക്ക് മെയ്ഡ്, ശർക്കര പാനി കാച്ചിയത്. അപ്പോൾ നമുക്ക് തീ കത്തിക്കാം. നമുക്കിതിലേക്ക് ഗ്യാസ് കത്തിക്കാം. കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ നമുക്കിതിലേക്ക് 2 പാല് ഒഴിക്കാം. അത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാല് 2 പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ മറ്റ് പായസം വയ്ക്കും പോലെയല്ല, തേങ്ങാപ്പാല് നന്നായി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചവ്വരി വേവിച്ച് വെച്ചിരിക്കുന്നത് അതിലേക്ക് ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. മാങ്ങ മൂന്നാമതേ നമ്മൾ ഇടാവൂ. ചവ്വരി കുറച്ചുകൂടി ഇതായതിനു ശേഷം മാത്രം മാങ്ങ ഇട്ട് കൊടുത്താൽ മതി. ആദ്യമേ നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കണ്ട. അതിന് നന്നായി ഒന്ന് ആ 2 പാലുമായിട്ടൊന്ന് യോജിച്ച് ശകലം ഒന്ന് കട്ടിയായി ഒന്ന് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ നമ്മുടെ ചവ്വരിയും അത് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് മാങ്ങ റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമുക്കതിലേക്ക് ഇങ്ങനെയാണ്. അപ്പോൾ അത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിനെ നന്നായി യോജിപ്പിച്ചു കൊടുക്കാം, ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ മാങ്ങ നന്നായി കഴുകിയെടുത്ത് അതിനെ ചെത്തി വൃത്തിയായിട്ട് ചെത്തി തൊലി മാറ്റിയതിന് ശേഷം മാത്രമാണ് ഇത് ചീവി എടുക്കാനുള്ളത്. മിക്സിയിലൊന്നും അടിക്കരുത്. മിക്സിയിൽ അടിക്കുമ്പം ശരിക്കും അങ്ങ് ഇതായിപ്പോവും, പാല് പോലെ ആയിപ്പോവും. അങ്ങനെ ചെയ്യരുത്. ഇത് ശകലം തരിയോടുകൂടി ഉള്ളതാണ്. അപ്പോഴതെല്ലാവരും നന്നായി ഇത് കണ്ട് ഇതുപോലെ തന്നെ ചെയ്യണം. ഇനി നമുക്കതിലേക്ക് ഏലക്ക ചേർക്കാവുന്നതാണ്. ഏലക്ക ചതച്ചത്. ഇനി അത് കുറച്ച് ഇതിൽ കിടന്ന് വേകണം. ഒത്തിരി ദിവസം ഒത്തിരി തിരക്കായിപ്പോയി, ഒത്തിരി ഹോസ്പിറ്റൽ കേസുകളൊക്കെ ആയിപ്പോയി. അങ്ങനെയൊക്കെ തിരക്കിലും കാര്യത്തിലും ആയതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ നല്ല ഒരു അടിപൊളി ഒരു പായസം, മാങ്ങാ പായസമാണ് നമ്മളിന്നിവിടെ ചെയ്യുന്നത്. അതെല്ലാവരും അത് പരീക്ഷിക്കണം. പരീക്ഷിക്കുകയല്ല, എല്ലാവരും ഇത് വെച്ച് കഴിക്കണം. വീട്ടിലുള്ളവർക്കും മറ്റാരെങ്കിലും ഉണ്ടായി അവർക്കും എല്ലാവർക്കും ഇത് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, വലിയവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റി സാധനമാണ്. അപ്പോൾ നമുക്കിത് റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ
പഴുത്ത മാങ്ങ കൊണ്ടുള്ള പായസം തിളച്ച് നന്നായി വരികയാണ്. നല്ല അടിപൊളി മണമാണ്, സൂപ്പർ മണം, മണ്ടയിലങ്ങ് കയറിയിടും. അടിപൊളി മണം. മാമ്പഴ പുളിശ്ശേരി, പിന്നെ മാങ്ങ ജ്യൂസ്, ഷേക്ക് ഇങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ പഴുത്ത മാങ്ങ കൊണ്ടുള്ള പായസം കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ വെച്ച് എല്ലാവരും കഴിക്കണം കേട്ടോ. പിന്നെ അതുപോലെ എനിക്ക് പാട്ടറിയില്ല, പിന്നെ പാട്ടിനെ കുറിച്ച് യാതൊന്നും എനിക്കറിയില്ല. പക്ഷേ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പാടാൻ ഇഷ്ടമാണ്, കേൾക്കാൻ ഇഷ്ടമാണ്. എൻ്റെ ജീവനാണ്, എൻ്റെ പ്രാണനാണ് പാട്ടെന്ന് പറയുന്നത്. പക്ഷെ ഞാൻ പാടുന്നുണ്ട്. അതെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും എന്തെങ്കിലും അത് തെറ്റായിട്ട് തോന്നുന്നെങ്കിൽ അത് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തത് പായസത്തിലേക്ക് പോകാം. നമ്മുടെ പഴുത്ത മാങ്ങ, മാമ്പഴമൊന്നും പറയാം, പഴുത്ത മാങ്ങ പായസം അടിപൊളിയായിട്ട് തിളച്ച് മറിയുകയാണ്. അതിലേക്ക് നമുക്ക് ശർക്കര പാനി കാച്ചി അരിച്ച് വെച്ചിരിക്കുന്നത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ വെക്കണം. നല്ല മണം വരുന്ന, നല്ല മണമെന്ന് പറഞ്ഞാൽ സൂപ്പർ മണം. എന്താ അപ്പോൾ ഇനിയിപ്പോൾ നെയ്യും മിൽക്ക് മെയ്ഡും എല്ലാം കൂടെ കൊണ്ട് ചെല്ലുമ്പോഴും എന്തായിരിക്കും. മധുരം മതി, ഇനി മധുരം വേണ്ട. നല്ല മധുരമായിട്ടുണ്ട്. കുറച്ച് ബാക്കി വന്നു. സൂപ്പർ, കണ്ടില്ലേ? എല്ലാവരും കാണി, എല്ലാവരും വായോ. എല്ലാവർക്കും, എൻ്റെ കൊച്ചു മക്കൾക്കൊക്കെ എല്ലാവരും വീട്ടിൽ വെച്ച് കൊടുക്കണം കേട്ടോ. ഇതൊന്ന് കുറുകി വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പായസം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക്, കുറുകിയിട്ടുണ്ട്, ഇനി നമുക്കതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അടിപൊളി കളർ, നല്ല സൂപ്പർ ഒരു നിറമായിട്ടുണ്ട്. നമ്മുടെ അടപ്പായസമൊക്കെ വെക്കുന്ന ഒരു കടലപ്പായസം, അടപ്പായസം എല്ലാം വെക്കുന്നതിൻ്റെ ആ ഒരു കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കിസ്മിസും കശുവണ്ടി പരിപ്പും മൂപ്പിച്ചത് ഇട്ട് കൊടുക്കാം. നെയ്യിൽ മൂപ്പിച്ചതാണ്. മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നല്ല മണം, സൂപ്പർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്യാസ് ഓഫ് ചെയ്യാം. നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് പായസം എടുത്ത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, നിങ്ങൾക്കുള്ളതാണ്. ഞാൻ ഏത് സാധനവും മണത്ത് നോക്കും, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആ മണം, ഇതിൻ്റെ മണം എന്ന് പറഞ്ഞാൽ സൂപ്പർ അടിപൊളി. ആ പഴുത്ത മാങ്ങയുടെയും നെയ്യും മിൽക്ക് മെയ്ഡ് എന്താ പറയുന്നത് എല്ലാം കൂടെ ആ ഒരു മണമെന്ന് പറഞ്ഞാൽ അങ്ങ് മണ്ടയിലേക്ക് അങ്ങ് കയറിയണം. അടിപൊളി. ആ മാമ്പഴത്തിൻ്റെയൊക്കെ മണമെന്ന് പറഞ്ഞാൽ അറിയാലോ, സെറ്റായിട്ടുണ്ട്. പക്ഷെ ഞാനൊത്തിരി കശുവണ്ടി പരിപ്പൊക്കെ ഒന്ന് എടുക്കട്ടെ, എടുത്ത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. എൻ്റെ പൊന്നോ അമ്പമ്പോ, എനിക്കിത് പറയാൻ പറ്റുന്ന നല്ല ടേസ്റ്റ്. നിങ്ങളിത് ചെയ്ത് നോക്കണം. ചെയ്ത് എല്ലാവരും ഇത് കഴിക്കണം. വീട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കണം. അമ്മമ്മമാർ അപ്പൂപ്പന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും കൊടുക്കണം. സൂപ്പറാണ്, അടിപൊളിയാണ്. അതുപോലെ ഞാൻ പറഞ്ഞു വരുന്നത്, എപ്പോഴും പാല് 1-ാം പാൽ എടുത്താലും നമ്മൾ കുറച്ചേ എടുക്കാവൂ, 2-ാം പാൽ എടുത്താലും കുറച്ചേ എടുക്കാവൂ, ശർക്കര പാനി കുറച്ചേ എടുക്കാവൂ. പിന്നെ ഈ സംഭവങ്ങൾ അത്രയും കുറേശ്ശേ സാധനങ്ങളെ എടുക്കാവൂ.
അതായത് നമുക്ക് മാമ്പഴം എത്രയുണ്ടോ ചൗരി എത്രയുണ്ടോ അത് നമുക്കിത് കട്ടിയായി കുറുവി നമുക്ക് വരണം. അപ്പം അതനുസരിച്ചുള്ള സാധനങ്ങൾ ഞങ്ങൾ എടുക്കാവൂ. എത്ര മാങ്ങയാണോ എടുക്കുന്നത് അതനുസരിച്ച് നമുക്ക് ആവശ്യത്തിനുള്ളത് നമുക്ക് ചെയ്യാം. ഇതിപ്പോഴും 2 വലിയ വലിപ്പത്തിലുള്ള 2 മാങ്ങയാണ്. 200 ഗ്രാം ചൗരി വാങ്ങിയിട്ടുണ്ട്. പിന്നെ 1/2 കിലോ ശർക്കരയുണ്ട്. മറ്റ് സംഭവങ്ങളെല്ലാം ആവശ്യത്തിന് 2 തേങ്ങ. അപ്പോൾ അത് നമ്മൾ വെള്ളം കുറച്ച് തന്നെ 1-ാം പാൽ എടുക്കണം, 2-ാം പാലും വെള്ളം കുറച്ച് തന്നെ എടുക്കണം. അപ്പോൾ അധികമായിട്ട് നമ്മൾ കിടന്ന് വറ്റിക്കാൻ നോക്കണ്ട, പെട്ടെന്ന് നമുക്ക് സംഭവം. ഇത് ഈസിയാണ്, എളുപ്പം, അടിപൊളി എളുപ്പ സംഭവമാണ്. മാങ്ങ നമ്മളെ വീട്ടിനകത്തുണ്ടെങ്കിൽ 2 മാങ്ങയൊക്കെ എടുത്ത് നമ്മളെ കൊച്ചുങ്ങളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന അവധി ദിവസങ്ങളിൽ നിൽക്കുമ്പോഴൊക്കെ ഇത് വെച്ച് കൊടുത്താൽ അടിപൊളിയാണ്. അവർ നന്നായി കഴിക്കും, അതുപോലെ നമ്മൾ ഇഷ്ടം പോലെ കഴിക്കും. അതുപോലെ എനിക്ക് വേണ്ടത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും എൻ്റെ കൂടെ കാണുക. ഓക്കെ, ബൈ ബൈ. അടിപൊളി സെറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ വെച്ച മാങ്ങ കൊണ്ടുണ്ടാക്കിയ പായസം.